പകുതി ജീവിതത്തെ സംബന്ധിച്ചതും പകുതി മരണത്തെ സംബന്ധിച്ചതുമാണ്. ഇങ്ങനെ രണ്ട് ഭാഗമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ്. എന്നാൽ ആദ്യം പറഞ്ഞ ജീവിതത്തെ സംബന്ധിച്ച ഇൽമ് ഫലപ്രദം ആവണമെങ്കിൽ മരണത്തെ സംബന്ധിച്ചുള്ള ഇൽമ് മനസ്സിൽ സജീവമായിരിക്കണം, എങ്കിലേ ആദ്യത്തേത് ഫലപ്രദമാകൂ. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിനൊരു ആത്മാർത്ഥതയും ഭക്തിയും നിസ്കാരത്തിൽ ലഭിക്കണമെങ്കിൽ നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, മറ്റ് ഏത് പുണ്യകർമ്മങ്ങൾ, വിവാഹമോചനം തുടങ്ങി, അതല്ലെങ്കിൽ സാമ്പത്തികവും ഇടപാടും തുടങ്ങി ഏത് പ്രശ്നമാണെങ്കിലും അത് അള്ളാഹും റസൂലും പൊരുത്തപ്പെട്ട രീതിയിലും അനുവദിച്ച രീതിയിലും ആവണമെന്നും, മറിച്ച് അള്ളാഹും റസൂലും വിരോധിച്ചതും അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്തതുമായ മാർഗത്തിലാകരുത് എന്നും ഒരു മനുഷ്യൻ കണിശമായി അവന് നിർബന്ധം വരണമെങ്കിൽ എന്ത് വേണം? രണ്ടാമത്തേനെ പറ്റിയിട്ടുള്ള ബോധം വേണം. അതാണ് ബഹുമാനപ്പെട്ട സീനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അദ്കീർ പറഞ്ഞത്. അമലുൻ ബിലാ ദിക്രിൽ മനിയതി ലാ അസർ വബിദിക്രിഹാ ഹഖ്ഖൻ കദർബി മുആവില. അമലുൻ, ഏത് പ്രവൃത്തിയും, അത് ചെറുതെന്നോ വലുതെന്നോ ദീനിയെന്നോ ദുനിയവിയെന്നോ ഏതും വരിക്കണ്ട. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്യുന്ന ഏതൊരു അമലും ബിലാ ദിക്രിൽ മനിയത്തി, മരണത്തെക്കുറിച്ചും അനന്തരം വരുന്ന വിചാരണയെപ്പറ്റിയും രക്ഷാശിക്ഷകളെ സംബന്ധിച്ചും ഉള്ള ചിന്തയും വിചാരവുമില്ലാതെ ഈ ലോകത്ത് ഏതൊരു പണി ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും ലാ അസറ, അത് അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിഫലനം സൃഷ്ടിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ദിവസം 5 വക്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്ത് മാറ്റം നമ്മൾക്ക് വരുത്തി? നിസ്കാരം നമ്മൾ കഴിവിനനുസരിച്ച് ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, കഴിവിനനുസരിച്ചൊക്കെ സദഖകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിന് കാര്യമായ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനവും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. നിസ്കരിക്കുകയാണെങ്കിലും, നോമ്പോൽക്കുകയാണെങ്കിലും, സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും, ഹജ്ജ് ചെയ്യുകയാണെങ്കിലും, ദിക്ർ ചെയ്യുകയാണെങ്കിലും, ഖുർആൻ ഓതുകയാണെങ്കിലും, മറ്റു പുണ്യകർമ്മങ്ങളിൽ മുഴുകുകയാണെങ്കിലും മരണഭയവും അനന്തരമുള്ള രക്ഷാശിക്ഷയെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഇല്ലാതെ ഈ ലോകത്ത് ചെയ്യുന്ന ഏതും ലാസറ, അവന്റെ ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാക്കൂല, മാറ്റങ്ങൾ ഉണ്ടാവൂല, ഒരു ചടങ്ങും മാമൂലുമായി മാറുകയാണ്. ഇന്ന് നമ്മുടെ ഒക്കെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. നമ്മളൊക്കെ കാര്യങ്ങൾ ചെയ്യായികയൊന്നുമല്ല. നിസ്കരിക്കാത്തവർ വളരെ കുറവാണ് നമ്മുടെ കൂട്ടത്തിൽ. അൽഹംദുലില്ലാഹ് 5 വക്തും കൃത്യമായി നിസ്കരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. റമദാനിൽ എന്തായാലും സുന്നത്ത് നോമ്പ് നോൽക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാലും റമദാനിൽ കൃത്യമായി നോമ്പെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പരിവർത്തനത്തിന് നാം വിധേയമാകുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. കളവ് പറയുന്നതിന് നമുക്ക് നിയന്ത്രണം വരുന്നില്ല. ചതിവിനും വഞ്ചനക്കും ഹറാമോ ഹലാലോ എന്ന് നോക്കി കണിശമായി ഹലാലാണെന്ന് ഉറപ്പുവരുത്താനുള്ള പ്രചോദനം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ കുറവാ. ഏതൊരു പ്രവൃത്തിയും ഈ ലോകത്ത് ചെയ്യുന്നത് പടച്ചവനെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവനാണെന്നും മരിച്ച് റഹ്മാനായ റബ്ബിന്റെ തിരുസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ ചെറുത് വലുത് വ്യത്യാസമില്ലാതെ ഈ ലോകത്ത് ചെയ്തുപോയ സകലമാന കാര്യങ്ങളെ സംബന്ധിച്ചും കണിശമായി കണക്ക് പരിശോധിക്കപ്പെടുകയും അനുയോജ്യമായ പ്രതിഫലം ലഭിക്കപ്പെടുകയും ചെയ്യുമെന്ന് യഥാർത്ഥ വിശ്വാസം ഒരു മനുഷ്യനെ നയിക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്തയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ കലർബി മുആവില, ഒരു മരക്കള്ളി, ഒരു വിറക് കൊള്ളിയെ ഒരു കൊടാലി എടുത്തുകൊണ്ട് കൊത്തിയാൽ അതെങ്ങനെ രണ്ടായി പിളരുന്നോ എന്നതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മരണഭയവും പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയും ഒരു മനുഷ്യനെ പ്രാപ്തമാക്കും എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തന്റെ അദ്കയിലൂടെ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അവന്റെ അംബിയാ മുർസലുകളിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞാൽ ഈമാനിൽ ഏറ്റവും പ്രധാനം പരലോക വിശ്വാസത്തിനാണ്. ഈമാൻ 70 ചില്ലാനും ശാഖകളുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പരലോക വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ
മനുഷ്യനാക്കുന്നത്. മനുഷ്യൻ മനുഷ്യനായി തീരണല്ലോ. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ വീരാങ്ക മരിച്ചു. വീരാങ്ക പറയും, ആളും മനിയനും രണ്ടും രണ്ടാണ്. ആൾക്കാരിഷ്ടം പോലെ ഉണ്ടാവും, മനിയന്മാര് കുറവാണ്. മനുഷ്യൻ എന്നറിയണതിന്റെ പയ നാടൻ ഞങ്ങളെ മലപ്പുറം ഭാഷയാണ് മനിയൻ. ആൾക്കാർ നമ്മളൊക്കെ ആൾക്കാർ തന്നെ. അതേസമയത്ത് ആ കൂട്ടത്തിൽ മനുഷ്യർ കുറവാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളണം, അപ്പോഴാ മനുഷ്യനാണ്. അതിന് ഏറ്റവും സഹായകം പരലോകത്തിലുള്ള വിശ്വാസം. ഇപ്പൊ നമുക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അവിടെയാണ് പ്രശ്നം, നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലല്ലോ. പക്ഷെ പരലോകത്തിൽ ശരിക്കും വിശ്വസിച്ചവൻ അള്ളാഹുവിനെ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ പരലോകത്തിൽ വിശ്വാസമുള്ളവനെ ഉണ്ടാവും. അല്ല ആ ദുന്യാവുന്ന അള്ളാഹിനെ കാണൂലല്ലോ, ആരും കാണൂല, കണ്ടിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അസാലുഭ സന്ദർഭത്തിൽ മിറാജിന്റെ അന്ന് കണ്ടു എന്നത് ഒഴിച്ചാൽ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്ത് ആരും ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹു തമ്പുരാനെ കണ്ടിട്ടില്ല, കാണാൻ സാധ്യവുമല്ല. അത് അള്ളാഹ്ക്ക് തടസ്സമുണ്ടായിട്ടല്ല, പടപ്പുകൾ ഈ ലോകത്തെ സൃഷ്ടി സംവിധാനം അതിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ്. കാണാൻ അള്ളാഹ്ക്ക് തടസ്സമൊന്നുമില്ല, അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത്. പക്ഷേ കാണാനുള്ള പ്രാപ്തി പടപ്പുകൾക്കില്ല. അതുകൊണ്ടാണ് കലീമായ മൂസാ അലൈഹിസ്സലാം തങ്ങൾ റബ്ബ് തമ്പുരാനുമായി തുരിസനായിൽ വെച്ച് മുനാജാത്ത് നടത്തിയപ്പോ അള്ളാഹുമായി കൊണ്ട് നടന്ന മുനാജാത്തിലുള്ള ആനന്ദത്തിൽ ആറാടി മതിമറന്ന മൂസാ നബി അലൈഹിസ്സലാം കേട്ടിട്ട് തന്നെ ഇത്ര ആനന്ദ ലഹരിയുണ്ടെങ്കിൽ റബ്ബാവുന്ന തമ്പുരാനെ നേരിൽ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ വാശി പിടിച്ച് റഹ്മാനായ റബ്ബിനോട് കലീമായ മൂസാ അലൈഹിസ്സലാം പറയുന്നു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, തമ്പുരാനെ നിന്റെ സംസാരം, നിന്റെ കലാമ് കേട്ട് ഞാൻ മതിമറന്നുപോയി ആനന്ദത്തിൽ. എനിക്ക് നിന്നെ കാണാതെ കഴിയില്ല, അതുകൊണ്ട് നീ എന്നെ കാണാനുള്ള സംവിധാനം ഒരുക്കിത്തരണം, എനിക്ക് കണ്ടേ പറ്റൂ. അരിനി അമ്പൂറിലേക്ക് ഞാനത് നോക്കട്ടെ, എനിക്ക് കാണിച്ചതാ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇവിടുന്ന് നിങ്ങളോട് കഴിയൂല, നമുക്ക് കഴിയണ്ടേ, അള്ളാഹ് കഴിയാഞ്ഞിട്ടല്ല. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തആലക്ക് എല്ലാവർക്കും കൊടുത്തുകൂടെ വെച്ച്. അല്ലാഹു തആല റെഡിയാ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയോ? നമുക്ക് കേൾക്കാൻ കഴിയൂല. എന്തിനാ അല്ലാഹു തആല ഒരു ജിബ്രീലിനെ വെച്ച് പിന്നെ ആ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യ് കൊടുക്കാൻ കുറച്ച് മുർസലീങ്ങളും നബിമാരുമായിട്ട് ടീമിനെ പ്രത്യേകം സ്പെഷ്യൽ ചെയ്ത് സംവിധാനിച്ചു ഒരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തി അവർക്ക് മാത്രം അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുത്ത് അവര് മുഖേന ലോകത്തിനത് സപ്ലൈ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താ? ഇതെല്ലാവർക്കും കൂടി എത്തിച്ചു കൊടുക്കുമ്പോക്ക് മൂപ്പര് ക്ഷീണിക്കും. അതുകൊണ്ട് ഒരാളെ കീഴിൽ വെച്ചിട്ട് മൂപ്പര് കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്നുള്ള ആൾക്കാണോ? അല്ല, അള്ളാഹു തമ്പുരാൻ അങ്ങനത്തെ ക്ഷീണോ തടസ്സമൊന്നുമില്ല. പക്ഷെ എന്തില്ല, നമുക്ക് അത് താങ്ങാനുള്ള കുവ്വത്തില്ല. നമുക്കത് താങ്ങാനുള്ള കുവ്വത്തില്ല. വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നിട്ട് നേരിട്ടൊരു ബൾബുമക്ക് കണക്ഷൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? പ്രകാശത്തിന്റെ ഉത്ഭവസ്ഥാനം അതിന്റെ ഉൽപാദന കേന്ദ്രത്തിൽ നിന്നിട്ട് നേരിട്ട് കൊടുക്കുക. ഒരു ബൾബുമക്കോ അല്ലെങ്കിൽ ഒരു ഫാനുമക്കോ ഒരു എ സിമക്കോ കണക്ഷൻ നേരിട്ട് കൊടുത്തു. ഇന്ന് എന്താ ഉണ്ടാകുക? ആ എ സി കത്തി പോകുന്നല്ല, എ സി നിൽക്കുന്ന സ്ഥലം ഒന്നായിട്ട് കത്തി തൂഫാനാവൂലേ? അപ്പൊ പിന്നെ ചെറുതാക്കി 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 കുറെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വേണം. അതിനപ്പം അമ്പിയാ മുർസലീങ്ങളെയും മലായികത്തിനെയും ഒക്കെ ഇടയ്ക്ക് ചിലത് അള്ളാഹു തആലക്ക് പോരാത്തരത്തുണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് കഴിയും, പക്ഷെ അള്ളാഹുവിൽ നിന്നിട്ട് നേരിട്ട് ഏറ്റെടുക്കാനുള്ള പ്രാപ്തി പടപ്പുകൾക്കില്ല. അതുപോലെ ദുനിയാവിൽ വെച്ച് അള്ളാഹു തമ്പുരാന്റെ നൂറാനിയത്ത് ദർശിക്കാൻ, അവന്റെ വിശുദ്ധതാത്ത് കാണാൻ ഈ ലോകത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ സംവിധാനം പര്യാപ്തമല്ല. ഈ ലോകത്തിന്റെ ആവശ്യത്തിന് അപ്പം നമ്മളെ പഠിച്ച് ഇവിടെ ആവശ്യത്തിനുള്ള സംവിധാനം ഇപ്പോൾ നമ്മളുള്ളൂ. ഈ സംവിധാനത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള പ്രാപ്തി മനുഷ്യ സൃഷ്ടിപ്പിനില്ല. അതുകൊണ്ട് പരലോകത്ത് സൃഷ്ടിക്കുന്നതോ ഈ സംവിധാനത്തിലല്ല, മറ്റൊരു സംവിധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ
എന്തിനും പ്രാപ്തമാവുന്ന ഒരു സംവിധാനമാണ് സൃഷ്ടി സംവിധാനത്തിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകല്ല, ആമുഖം പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ ഇപ്പൊ എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണല്ലോ സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ 2-3 മാസം ഉണ്ടാകുന്ന ഈ നാട്ടിലെ വെയില്, ഒരു ദിവസം രാവിലെ 8 മണിക്ക് വെയിലത്തിറങ്ങി നിന്നിട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ വെയിലുണ്ടെന്ന് നിന്ന് നോക്കിയാണ് എന്തായിരിക്കും ഹാലിന്ന്? നമ്മളെ പുറത്തോടൊക്കെ കഥ കഴിയും. പിന്നെ അതിനായിട്ട് ദിവസം പുറത്ത് പണിയിരിക്കുന്നവര് ഏകദേശമൊക്കെ പിടിച്ചു നിൽക്കും, എന്നാലും അവര് വരെ തളരും. അത് ഈ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ വെച്ചിട്ടാണ്. അതേ സമയത്ത് ഒരു മൈൽ അകലെ കൊണ്ടുവന്നിട്ടാണ് നാളെ പരലോകത്തോട് ഉദിപ്പിക്കുന്നത്. എന്നിട്ട് 8 മണിക്കൂറല്ല, 50,000 കൊല്ലാണ് അവിടെ നിർത്തുന്നത്. ഉണ്ടാവുമോ? ഈ സൂര്യൻ 1 മൈൽ അകലെ അല്ലെങ്കിൽ 1 മീൽ അകലെ ഉദിച്ചിട്ട് ഇത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്ര കൊല്ലങ്ങൾ ഒരു മറയില്ലാതെ നിന്നാല് നീരാവിയും കൂടി ഉണ്ടാവില്ല, സാധനമല്ല, ഭസ്മമായി അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്ന് പോയിട്ട് എത്ര കാലം. അതേസമയത്ത് മനുഷ്യനൊന്നും പറ്റണില്ല. അത് അവിടുത്തെ സൃഷ്ടി സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനെ കാണാൻ കഴിയും മനുഷ്യന്. പക്ഷേ അവിടുന്ന് ഭാഗ്യം ലഭിച്ചവർക്ക് കാണാൻ കഴിയാൻ എല്ലാവർക്കും കഴിയും. കാഫിറിനും കഴിയും, മോമിനും കഴിയും, ഒക്കെ കഴിയും. കാരണം സൃഷ്ടി സംവിധാനം മാറിപ്പോയിരിക്കുന്നു. പക്ഷേ പിന്നെ സൗഭാഗ്യമാണ് വേണ്ടത്. ആ സൗഭാഗ്യം മോമിനീങ്ങൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ മാത്രം. അപ്പൊ ഈ റബ്ബിനെ കാണാൻ പറ്റുന്ന ഒരു ലോകത്ത് റബ്ബാവുന്ന തമ്പുരാന്റെ നേരെ മുന്നിൽ വെച്ച് ചെറുതും വലുതുമായ വാക്കും പ്രവൃത്തിയും വിചാരവുമാവുന്ന നിയ്യത്തുമാവുന്ന സകലമാന കാര്യങ്ങളും വിസ്തരിക്കപ്പെട്ട് ഇത് മുഴുവനും ചോദിച്ച് കൃത്യമായി സത്യമായ മറുപടി കൊടുത്തതിന് ശേഷമല്ലാതെ നിൽപ്പിൽ നിന്നിട്ട് മാറിപ്പോകാൻ കഴിയില്ല എന്ന ബോധം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, അതാണ് വിശ്വാസം സത്യവിശ്വാസിയുടെ. ഈ വിശ്വാസം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നാം ഈ ലോകത്ത് പറയുന്ന വാക്കിന് നിയന്ത്രണം വരും, നാം ചെയ്യുന്ന പ്രവർത്തനത്തിന് നിയന്ത്രണം വരും, നമ്മുടെ ഓരോ അനക്കത്തിനും മടക്കത്തിനും ശരിയായ അർത്ഥവും ആശയവും കൈവരും. കാരണം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ എന്നോട് ചോദിക്കുമ്പോൾ ഇതിനെനിക്ക് ശരിയായ ഉത്തരം പറയാൻ കഴിയുമോ? ഓക്കെ ആണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അബദ്ധവശാൽ സംഭവിച്ചു പോയി, മനുഷ്യനാണ്, ദൗർബല്യങ്ങൾ ഉണ്ടാവും. അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ ഉടനെ തദക്കറൂ ഫഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. പൈശാചിക ദുർബോധനത്തിന് വശംവദനായി പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ തൃപ്തികരമായ മറുപടി കൊടുക്കാൻ പറ്റാത്ത വാക്കോ പ്രവൃത്തിയോ സംഭവിച്ചു പോയാൽ, മനുഷ്യനാണ്, അവന്റെ ദൗർബല്യം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു പോകും. സംഭവിച്ചു പോയാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ തദക്കറൂ, ഉടനെ അവർ ഉദ്ബുദ്ധരാവും. പടച്ചോനെ, ഇവിടുന്ന് എനിക്ക് തിരുത്താൻ കഴിയും, നാളെ റബ്ബിന്റെ മുന്നിൽ എത്തിയാൽ തിരുത്താൻ കഴിയില്ലല്ലോ, റബ്ബിന്റെ അടുക്കൽ പറ്റിപ്പോയി, എനിക്ക് നീ പൊറുക്കണേ, മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ഉടനെ തൗബ ചെയ്യാൻ അത് അവന് പ്രേരകമാകും.